ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 16, 2024 ക്രിക്കറ്റ് അപ്ഡേറ്റാണ്. നമുക്കറിയാം, ഇന്നലെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന T20 മത്സരത്തിൽ, അത് 4ാം T20 മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ വൻ മാർജിനിൽ പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സഞ്ജു സാംസണിൻ്റെയും തിലക് വർമ്മയുടെയും സെഞ്ചുറിയുടെ പിൻബലത്തിൽ 283 റൺസ്, ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി നേടി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്ക 148 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യക്ക് വേണ്ടി ഹർഷദീപ് സിംഗ് 3 വിക്കറ്റ് വീഴ്ത്തി. ഇതോടുകൂടി യുസ്വേന്ദ്ര ചാഹലിന് ശേഷം ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഇന്ത്യൻ ബൗളറായി ഹർഷദീപ് സിംഗ് മാറിയിട്ടുണ്ട്. ഇനി സഞ്ജു സാംസണിൻ്റെ സെഞ്ചുറിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അദ്ദേഹം ഈ കലണ്ടർ വർഷത്തിൽ നേടുന്ന 3ാമത്തെ സെഞ്ചുറിയാണ് ഇത്. ഇതോടുകൂടി ഒരു കലണ്ടർ വർഷത്തിൽ 3 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാനായി അദ്ദേഹം മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, രോഹിത് ശർമ്മയ്ക്കും സൂര്യകുമാർ യാദവിന് ശേഷം ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമായും സഞ്ജു സാംസൺ മാറിയിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദ മാച്ച് തിലക് വർമ്മയാണ്. അതേപോലെ പ്ലെയർ ഓഫ് ദ സീരീസും തിലക് വർമ്മ തന്നെയാണ്. അദ്ദേഹം 4 ഇന്നിങ്സിലും മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത്. ഇനി അടുത്ത T20 മത്സരം ഇന്ത്യക്ക് വേണ്ടി നടക്കാനുള്ളത് അടുത്ത 2025 ജനുവരിയിലും ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും. മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ ഓസ്ട്രേലിയൻ പര്യടനത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം അവിടെ പരിശീലനം നടത്തുന്ന ഫോട്ടോകളും വീഡിയോകളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടച്ചിട്ട സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ ടീം പരിശീലന മത്സരം കളിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി മത്സരത്തെക്കുറിച്ചാണ്. ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ രഞ്ജി ട്രോഫിയിൽ ഹരിയാന 8 വിക്കറ്റിന് 140 റൺസ് എടുത്ത് പൊരുതി കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കേരളം 289 റൺസിന് 291 റൺസിന് കേരളം പുറത്തായിട്ടുണ്ടായിരുന്നു. കേരളത്തിന് എതിരെ ഹരിയാനയ്ക്ക് വേണ്ടി അൻഷുൽ കാംബോജി കേരളത്തിലെ 10 പേരെയും പുറത്താക്കി. 10 വിക്കറ്റും അദ്ദേഹം ആണ് നേടിയത്. മറ്റൊരു രഞ്ജി ട്രോഫി മത്സരത്തിൽ നമുക്ക് ശ്രദ്ധാകേന്ദ്രമായ മറ്റൊരു രഞ്ജി ട്രോഫി മത്സരം നടക്കുന്നത് ബംഗാളും മധ്യപ്രദേശും തമ്മിലാണ്. അത് മുൻ ഇന്ത്യൻ പേസ് ബൗളർ മുഹമ്മദ് ഷാമിയുടെ തിരിച്ചുവരവ് മത്സരമായതുകൊണ്ടാണ് അത് കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഇന്നലെയും മുഹമ്മദ് ഷാമി 1 വിക്കറ്റ് വീഴ്ത്തി. ഇതോടെ ഈ മത്സരത്തിൽ മുഹമ്മദ് ഷാമി ഇതുവരെ 5 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. മത്സരത്തിൽ ബംഗാളിന് വിജയസാധ്യത ഉണ്ട്. ഇപ്പോഴും മധ്യപ്രദേശ് ഒരുപാട് റൺസിന് പുറകിലാണ്. അതുകൊണ്ട് ഇന്ന് അവസാന ദിനമായതുകൊണ്ട് തന്നെ ബംഗാൾ വിജയിക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലുള്ളത്. അതേസമയം കേരളവും ഹരിയാനയും തമ്മിലുള്ള രഞ്ജി ട്രോഫിയിൽ സമനിലക്കാണ് സാധ്യത. 2 വിക്കറ്റ് കൂടി പെട്ടെന്ന് വീഴ്ത്തുകയാണെങ്കിൽ കേരളത്തിന് 1 ഇന്നിങ്സ് ലീഡും അതുവഴി 3 പോയിൻറ്റും ലഭിക്കും. ഇത്രയാണ് ക്രിക്കറ്റ് അപ്ഡേറ്റുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.